വന്യജീവി സംഘർഷ സാധ്യതാ പട്ടിക വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢനീക്കമെന്ന് കർഷക സംഘം നേതാക്കൾ. ഓഗസ്റ്റ് 11-ന് കർഷക സംഘം നേതൃത്വത്തിൽ 18 പഞ്ചായത്തുകളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വന്യജീവി സംഘർഷ സാധ്യത വിലയിരുത്തി വനംവകുപ്പ് തയ്യാറാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടിക വിചിത്രവും വിവരക്കേടും ദുരുദ്ദേശപരവുമാണെന്ന് കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, പ്രസിഡന്റ് VN ബേബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ 40 പഞ്ചായത്തുകളെയാണ് മനുഷ്യ വന്യജീവി സംഘർഷ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്താകെ 273 പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയെക്കുറിച്ച് സാമാന്യ വിവരം പോലുമില്ലാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെയോ ഇരുന്ന് തയ്യാറാക്കി നൽകിയ വിചിത്രമായ പട്ടികയ്ക്ക് വനം മന്ത്രിയും സർക്കാരും അംഗീകാരം നൽകുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും ഏറ്റവും കൂടുതൽ സംഘർഷ സാധ്യതയുള്ളതും വന്യജീവി ആക്രമണം ഇടത്തരമുള്ളതും എന്നിങ്ങനെ 3 തരത്തിലാണ് പഞ്ചായത്തുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ 2 മരണങ്ങൾ ഉണ്ടായ പെരുവന്താനം പഞ്ചായത്തും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടി പഞ്ചായത്തും ഒരു ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ല. ദൈനംദിനം വന്യജീവി സംഘർഷം നിലനിൽക്കുകയും നിരന്തരമായി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ഉടുമ്പൻചോല, മൂന്നാർ, ദേവികുളം, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളെ ഏറ്റവും കൂടുതൽ സംഘർഷ സാധ്യതയുള്ള പഞ്ചായത്തുകളായി ഉൾപ്പെടുത്താതെ സംഘർഷ സാധ്യത താരതമ്യേന കുറഞ്ഞ ഇടത്തരം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത്. ഇത് അത്യന്തം കുറ്റകരമായ അനാസ്ഥയാണ്. വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകളിൽ മാങ്കുളം മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാട്ടാന ആക്രമണം നിരന്തരം നേരിടുന്ന പഞ്ചായത്തുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സർക്കാർ വ്യക്തമാക്കണം. എന്നാൽ വന്യജീവി ആക്രമണം ഉണ്ടാകാത്ത 18 പഞ്ചായത്തുകൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. വന്യജീവി സംഘർഷം നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തയ്യാറാക്കുന്ന നെറുകെട്ട ഇത്തരം ലിസ്റ്റുകൾ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാതെ മന്ത്രി അംഗീകാരം നൽകുന്നത് കർഷക ജനതയോടുള്ള വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ വനാതിർത്തി പങ്കിടാത്തതും വന്യജീവി സംഘർഷം ഇല്ലാത്തതുമായ പഞ്ചായത്തുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ദുരുദ്ദേശപരമാണ്. ഇടുക്കി ജില്ലയിലെ ജനജീവിതം ദുരിതപൂർണമാണെന്ന് വരുത്തി തീർക്കുവാനാണ് വന്യജീവി സംഘർഷം ഇല്ലാത്ത പഞ്ചായത്തുകളെ പോലും സംഘർഷ സാധ്യതയുള്ള പഞ്ചായത്തുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. വസ്തുതയ്ക്ക് നിരക്കാത്ത ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് ജനതയെ കുടിയിറക്കി വിടുവാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് കരുതേണ്ടി വരും. UDF സർക്കാർ വന്നതോടുകൂടി വനം വകുപ്പ് ജില്ലയിലാകെ അഴിഞ്ഞാടുകയാണ്. ജില്ല മുഴുവൻ വനവൽക്കരണം കൊണ്ടുവരിക എന്ന ഗൂഢലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് വനം വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏലപ്പാറയിലും വാഗമണ്ണിലും കഞ്ഞിക്കുഴിയിലും റവന്യൂ ഭൂമി കയ്യേറുന്ന വനം വകുപ്പിന് ഒത്താശ ചെയ്യുകയാണ് UDF സർക്കാർ. കർഷക വിരുദ്ധരായ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് കുടപിടിക്കുകയാണ് മന്ത്രിയും സർക്കാരും. ഇത്തരം കർഷകദ്രോഹ നീക്കത്തിനെതിരെ കർഷക സംഘം നേതൃത്വത്തിൽ ആഗസ്റ്റ് 11-ന് വന്യജീവി സംഘർഷമില്ലാത്തതും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ 18 പഞ്ചായത്തുകളിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. അപ്പൊ ഫലത്തിൽ ഒരാത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. മറിച്ച് റിപ്പോർട്ടുകളുടെ ഒരു പെരുമഴയാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം നമ്മുടെ നാട്ടിൽ ആത്യന്തികമായി ഭൂപ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും റവന്യൂ ഭൂമിയിലേക്ക് വനം വകുപ്പ് കടന്നു കയറുന്നുള്ള പരിശ്രമമാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ പത്രസമ്മേളനം നടത്തിയ സന്ദർഭത്തിൽ പറഞ്ഞു, കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പ്രശ്നം നമ്മൾ ഉന്നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വനം വകുപ്പ് വളരെ ഊർജിതമായി വനം വകുപ്പിലെ ഈ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ ഇപ്പം വളരെ ആഘോഷത്തിലാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ ചില നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ. കട്ടപ്പന മുനിസിപ്പാലിറ്റി, അയ്യപ്പൻകോവിൽ, ഏലപ്പാറ, ഇരട്ടയാർ, കാമാക്ഷി, കരിമണ്ണൂർ, കരുണാപുരം, കോടിക്കുളം, കൊക്കയാർ, കൊന്നത്തടി, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, രാജാക്കാട്, സേനാപതി, വണ്ടൻമേട്, വാഴത്തോപ്പ്, വാത്തുക്കുടി, വെള്ളിയാമറ്റം എന്നീ പഞ്ചായത്തുകളിലാണ് സമരപരിപാടി നടത്തുന്നത്. കർഷക സംഘം നേതാക്കളായ മുൻ MLA MM മണി രാജാക്കാടും, CV വർഗീസ് തങ്കമണിയിലും, NV ബേബി കൊന്നത്തടിയിലും, റോമിയോ സെബാസ്റ്റ്യൻ മുരിക്കാശ്ശേരിയിലും സമരം ഉദ്ഘാടനം ചെയ്യും. മറ്റ് കേന്ദ്രങ്ങളിൽ വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യും. വനം വകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ വീണ്ടും തുടർന്നാൽ ജനങ്ങളെ അണിനിരത്തി 2013-ന് സമാനമായ പ്രക്ഷോഭങ്ങൾക്ക് കർഷക സംഘം നേതൃത്വം നൽകുമെന്ന് ജില്ലാ നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി.